എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മഹാരാഷ്ട്രൻ സ്റ്റൈൽ തേച്ചയുടെ റെസിപ്പിയാണ്. ഇതൊരു സിമ്പിൾ പച്ചമുളകിന്റെ ചട്നിയാണ്. സ്പൈസിനെസ് ഇഷ്ടമുള്ള എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കാനായിട്ട്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള മുളക് ഉപയോഗിക്കരുത്, കാരണം അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് കമന്റ്സിൽ അറിയിക്കുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ തേച്ച ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ 250 ഗ്രാം മുളകാണ്, പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതത്ര എരിവുള്ള മുളകല്ല. ഒരുപാട് എരിവുള്ള മുളക് എടുക്കരുത്, കാരണം അത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ 1/4 കിലോ മുളക്, പിന്നെ 2 വെളുത്തുള്ളി, 1/4 കപ്പ് പീനട്ട്സ് കപ്പലണ്ടി, പിന്നെ കുറച്ച് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ മതിയാകും. പിന്നെ ഉപ്പും കൂടി വേണം. അത് നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും ചേർത്ത് കൊടുത്താൽ മതി തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിലെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. പക്ഷെ മുളക് എടുക്കുമ്പോഴത്തേക്കും എരിവ് കുറഞ്ഞത് എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എരിവ് കുറഞ്ഞ മുളക് എടുക്കുക എന്ന്. അല്ലെങ്കിൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ഇച്ചിരി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. റോസ്റ്റഡ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് വഴറ്റുക. നമ്മുടെ മുളകെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. മല്ലിയില മസ്റ്റ് ആണ്. ഇത് ആഡ് ചെയ്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. മല്ലിയില ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ. മല്ലിയില ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇടിച്ചെടുക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത്. ഇച്ചിരി തരിതരിപ്പായിട്ടാണ് അരയ്ക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ കല്ലിൽ ഇടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അരച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ സാധനം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇടിച്ചു കൊടുക്കുക. ഇതേ നോക്കൂ, നമ്മുടെ മഹാരാഷ്ട്രൻ സ്റ്റൈൽ തേച്ച ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുള്ളും ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഒരുപാട് ഫൈനാക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാകും. ഇനി ഞാനിതിവിടെ ചിക്കൻ ഫ്രൈഡേയും കപ്പയുടെയും കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നിങ്ങൾക്ക് പുട്ട്, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, പത്തിരി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ തേച്ച കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് like, share and subscribe to my channel. Thank you so much for watching my video.